പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഗുരുദേവൻ ചില രോഗികൾക്ക് ഓരോ മരുന്നുകൾ പറഞ്ഞു കൊടുക്കും. ആ മരുന്ന് ചെയ്യുമ്പോൾ അവരുടെ രോഗങ്ങൾ ശമിക്കുകയും ചെയ്യുന്നതായി കാണാം. ഇത് കണ്ടുകൊണ്ട് ചില വൈദ്യന്മാർ അങ്ങനെയുള്ള രോഗികൾക്ക് ഗുരുദേവൻ വിധിച്ച മരുന്നുകൾ കൊടുത്തു നോക്കി. പക്ഷേ ആർക്കും രോഗം മാറിയില്ല. ഇതിൻ്റെ കാരണം വൈദ്യന്മാർ ഗുരുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടേത് മുഹൂർത്ത ചികിത്സ ആണ് എന്നാണ്. ചില രോഗികൾക്ക് ഗുരുദേവൻ നടത്തിയ ചില മുഹൂർത്ത ചികിത്സകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഗുരുദേവൻ ഒരിക്കൽ പാവറോട്ട് വിശ്രമിക്കുമ്പോൾ സദാ വയറ്റിൽ വേദന കൊണ്ട് വിഷമിക്കുന്ന ഒരാൾ ഗുരുദേവനെ കണ്ട് വളരെ സങ്കടത്തോടുകൂടി തൻ്റെ രോഗത്തെപ്പറ്റി പറഞ്ഞു. അനേക ചികിത്സ കൊണ്ട് മാറാത്ത ഈ വയറ്റിൽ വേദനയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. സ്വാമി അയാൾക്ക് തൂരയുടെ ഇലയും പൂവും പറിച്ചു കൊടുത്തു. ഇത് സേവിച്ചാൽ രോഗം ഭേദമാകുമെന്നും കൽപ്പിച്ചു. അയാൾ അത് ചെയ്തു. അയാളുടെ രോഗം ഭേദമാവുകയും ചെയ്തു. ഇതറിഞ്ഞ് ചില വൈദ്യന്മാർ വയറ്റിൽ വേദനയ്ക്ക് ഗുരുദേവൻ പറഞ്ഞ ചികിത്സ ചെയ്തു നോക്കി. പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല. കൈ മുഴുവനും അരിമ്പാറ പിടിപെട്ട ഒരാൾ ഗുരുദേവനെ കണ്ട് രോഗം മാറ്റിത്തരണമേ എന്നപേക്ഷിച്ചു. അപ്പോൾ അവിടെ ഗുരുവിൻ്റെ സമീപം പ്രസിദ്ധ ഭിഷഗ്വരൻ വലപ്പാട്ട് മാമി വൈദ്യരും ഉണ്ടായിരുന്നു. ഗുരുദേവൻ രോഗിയോട് പറഞ്ഞു, വൈദ്യരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തെ കാണിക്കാമല്ലോ. രോഗി പറഞ്ഞു, വൈദ്യർ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇത് കേട്ട ഗുരുദേവൻ പറഞ്ഞു, ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിക്കുക. പിന്നീട് അത് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകുക. ആ വെള്ളം പല പ്രാവശ്യം പുരട്ടുക. നിങ്ങളുടെ രോഗമില്ലാതാകും. അയാൾ അങ്ങനെ ചെയ്തപ്പോൾ അരിമ്പാറകൾ മാഞ്ഞു പോവുകയും ചെയ്തു. വക്കത്ത് വേലായുധൻ എന്ന ഒരാൾക്ക് മഹോദരവും കാലിന് നീരും ഉണ്ടായി. വൈദ്യന്മാരുടെ ചികിത്സകളൊക്കെ വിഫലമായപ്പോൾ അയാൾ ഗുരുദേവനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു. ഗുരുദേവൻ അയാളോട് വാഴക്കഴമ്പ് തിന്നാൻ പറഞ്ഞു. അത് തിന്നപ്പോൾ അയാളുടെ കാലിലെ നീരും മഹോദരവും നിശേഷം മാറി. തലശ്ശേരിയിൽ ചാലിൽ എന്ന സ്ഥലത്ത് മാളികയിൽ മങ്ങാത്തി എന്ന ഒരു അരയ സ്ത്രീ താമസിച്ചിരുന്നു. അവർ താമസിച്ചിരുന്ന ഭവനം പണ്ട് മുതുവളത്ത് രാമൻ വൈദ്യരുടെ ആൾക്കാരുടേതായിരുന്നു. അവർ അവിടെ ദേവീപൂജയും മറ്റും നടത്തിയിരുന്നു. ഏതോ കാരണത്താൽ അവർ ആ സ്ഥലവും വീടും മുസ്ലിങ്ങൾക്ക് വിറ്റുപോയി. അത് വാങ്ങി അവിടെ താമസിച്ച മുസ്ലിങ്ങൾക്ക് പല ദുരിതങ്ങളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായി. അവരിൽ നിന്ന് ആണ് മങ്ങാത്തിയും കുടുംബവും ഈ വീട് വാങ്ങിയത്. അവിടെ താമസം തുടങ്ങിയപ്പോൾ മുതൽ അവർക്കും രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളുമായി. രക്താതിസാരം ബാധിച്ച് അവരുടെ 2 കുട്ടികൾ മരണപ്പെട്ടു. മറ്റുള്ളവർക്കും അതേ രോഗം ബാധിച്ചു. അവശനിലയിലായി. വൈദ്യന്മാരും ഡോക്ടർമാരും ചികിത്സ നടത്തി. കുട്ടികൾ എല്ലും തോലുമായി ജീവശവം പോലെ കിടപ്പിലായി. മങ്ങാത്തിയുടെ ഭർത്താവ് ഗുരുദേവനെ കണ്ട് രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചു. ഗുരുദേവൻ അവരുടെ വീട്ടിൽ എഴുന്നള്ളി കുട്ടികളുടെ രോഗം ഉടനെ മാറുമെന്നും ഇനി നിങ്ങൾക്ക് ഇവിടെ ഉപദ്രവം ഒന്നും ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞു. അങ്ങനെ അവരെ ആശ്വസിപ്പിച്ചു. കുട്ടികളെ ചികിത്സിക്കുന്ന വൈദ്യനോട് എന്തെല്ലാം മരുന്നുകൾ ചേർത്താണ് കഷായം കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. വൈദ്യൻ കഷായത്തിനുള്ള മരുന്നുകളുടെ പേരുകൾ പറഞ്ഞപ്പോൾ അതിൽ ഒരു മരുന്ന് ഒഴിവാക്കാനും
അതിന് പകരമായി വേറെ ഒരു മരുന്ന് ചേർക്കാനും പറഞ്ഞു. വൈദ്യൻ അതനുസരിച്ച് മരുന്നിൽ മാറ്റം വരുത്തി ചികിത്സിച്ചപ്പോൾ കുട്ടികൾ സുഖപ്പെടുകയും ചെയ്തു. വെറും ഒരു വാക്കുകൊണ്ട് മുഴുഭ്രാന്തിൻ്റെ ഭ്രാന്ത് മാറ്റാൻ കഴിവുള്ള ഗുരുദേവൻ ഒരു പഴമോ കൽക്കണ്ട കഷ്ണമോ കൊടുത്ത് ഏത് മഹാരോഗത്തെയും മാറ്റാൻ കഴിവുള്ള ഗുരുദേവൻ അപ്പോൾ തോന്നിയ എന്തെങ്കിലും മരുന്നായി കൊടുത്ത് മുഹൂർത്ത ചികിത്സ നടത്തുന്നത് എന്തിനാണ്? അത് താനല്ല മരുന്നാണ് രോഗം മാറ്റിയത് എന്ന ഒരു ചിന്ത രോഗിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കാം. ഗുരുദേവൻ സാധാരണ സിദ്ധന്മാരെ പോലെ തൻ്റെ സിദ്ധി പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ജനോപകാരപ്രദമായി മാത്രം ഗുരു തൻ്റെ ദിവ്യശക്തി പ്രയോഗിക്കുന്നു എന്ന് മാത്രം. നമസ്കാരം.